നമസ്കാരം. നഴ്സിംഗ് എന്ന നമ്മുടെ പ്രൊഫഷന്റെ ഭാവിയുടെ താക്കോൽ അതിന്റെ ഭൂതകാലത്തിലാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്ന് നമ്മളൊരു ചരിത്ര കുറ്റാന്വേഷകന്റെ റോൾ ഏറ്റെടുക്കുകയാണ്. നഴ്സിംഗിന്റെ ഇന്നലകളിലെ തെളിവുകൾ ഉപയോഗിച്ച് നമ്മുടെ നാളത്തെ വെല്ലുവിളികളെ എങ്ങനെ നേരിടാമെന്ന് നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. ഈ യാത്രയിൽ നമ്മൾ 5 പ്രധാന സ്റ്റോപ്പുകളിലൂടെയാണ് കടന്നുപോകുന്നത്. ഗവേഷണം എന്താണെന്ന് തുടങ്ങി ചരിത്രം പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളും പിന്നെ അതിലെ വെല്ലുവിളികളും വരെ നമ്മൾ വിശദമായിട്ട് പരിശോധിക്കും. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? നമ്മുടെ ആദ്യത്തെ ഭാഗം ഗവേഷണത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഇത് ഓരോ നഴ്സിനും ഒരു വഴികാട്ടിയെപ്പോലെ അത്യാവശ്യമായി വരുന്നത് എന്ന് നോക്കാം. നിങ്ങളിപ്പോൾ ഇത് ചിന്തിക്കുന്നുണ്ടാകും അല്ലേ? ഇത്രയും തിരക്കിട്ട ഷിഫ്റ്റുകൾക്കും രോഗിപരിചരണത്തിനുമിടയിൽ ഈ പഴയ കഥകളൊക്കെ പഠിക്കാൻ എവിടെയാണ് സമയമെന്ന്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളിന്ന് നേരിടുന്ന പല സിസ്റ്റം പ്രശ്നങ്ങളുടെയും പല നയങ്ങളുടെയും വേരുകൾ കടക്കുന്നത് ഭൂതകാലത്തിലാണ്. അതുകൊണ്ട് ഈ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ പ്രധാനമാണ്. അപ്പോൾ എന്താണ് ഈ നഴ്സിംഗ് ഗവേഷണം എന്ന് പറഞ്ഞാൽ? പോളിറ്റും ഹംഗ്ലറും പറയുന്ന പോലെ ഇതൊരു വെറും വായനയല്ല, ഇതൊരു ചിട്ടയായ അന്വേഷണമാണ്. അതായത് നമ്മൾ വെറുതെ പഴയ കാര്യങ്ങൾ തപ്പിയെടുക്കുകയല്ല, പകരം ഇന്നത്തെ നമ്മുടെ പ്രാക്ടീസിനെ മെച്ചപ്പെടുത്താൻ വേണ്ട കൃത്യമായ തെളിവുകൾ കണ്ടെത്താനുള്ള ഒരു സിസ്റ്റമാറ്റിക് വഴിയാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഏതൊരു യാത്രയ്ക്കും ഒരു മാപ്പ് വേണമല്ലോ അല്ലേ? അതുപോലെയാണ് ഗവേഷണത്തിനും. അതിനൊരു പ്ലാൻ വേണം. അതിനെയാണ് നമ്മൾ ഗവേഷണ സമീപനം അല്ലെങ്കിൽ റിസർച്ച് അപ്രോച്ച് എന്ന് പറയുന്നത്. എന്താണിത്? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വളരെ സിമ്പിളായി പറഞ്ഞാൽ ഈ ഗവേഷണ സമീപനം എന്ന് പറയുന്നത് നിങ്ങളുടെ പഠനത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് പോലെയാണ്. നിങ്ങൾ ഒരു കെട്ടിടം പണിയാൻ പോകുമ്പോൾ അതിന്റെ പ്ലാൻ തയ്യാറാക്കുന്നില്ലേ? അതുതന്നെ. ഉദാഹരണത്തിന്, ഒരു വാക്സിനേഷൻ ക്യാമ്പയിനിന്റെ ചരിത്രമാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഏതൊക്കെ സർക്കാർ ഫയലുകൾ നോക്കണം, പഴയ ഡോക്ടർമാരോട് സംസാരിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ആ ഒരു തന്ത്രം, അതാണ് ഈ സമീപനം. ഈ കാണുന്ന ചിത്രം നോക്കൂ. ഇത് വളരെ ക്ലിയറായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. ഒരു ഗവേഷണത്തിന്റെ മൊത്തത്തിലുള്ള ഡിസൈൻ, അതായത് ആ വലിയ പ്ലാൻ, അതിന്റെ ഹൃദയഭാഗത്ത് വരുന്ന ഒന്നാണ് ഈ സമീപനം. ഡിസൈൻ ഒരു വീടിന്റെ മൊത്തത്തിലുള്ള പ്ലാൻ ആണെങ്കിൽ ആ വീട് കോൺക്രീറ്റ് വെച്ച് പണിയണോ അതോ മരം കൊണ്ടാണോ എന്ന് തീരുമാനിക്കുന്ന അത്രയും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ സമീപനം. ഗവേഷണത്തിന് സാധാരണയായി 3 വഴികളാണുള്ളത്. ഒന്ന്, ക്വാണ്ടിറ്റേറ്റീവ്. ഇത് മുഴുവൻ നമ്പേഴ്സിന്റെ കളിയാണ്. അതായത് രോഗികളുടെ BP റീഡിംഗ്സ് ഒരു വർഷത്തേക്ക് പഠിക്കുന്നത് പോലെ. 2, ക്വാളിറ്റേറ്റീവ്. ഇത് അനുഭവങ്ങളെയും അതിന്റെ അർത്ഥങ്ങളെയും കുറിച്ചാണ്. അസുഖം വന്നവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് ചോദിച്ചറിയുന്നത് പോലെ. 3, ഇവ രണ്ടും ചേർന്ന മിക്സ്ഡ് മെത്തേഡ്സ് ആണ്. നമ്മളിന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ ക്വാളിറ്റേറ്റീവ് എന്ന വിഭാഗത്തിലെ ഒരു പ്രത്യേക രീതിയാണ്. അതാണ് ചരിത്രപരമായ സമീപനം. ഇനി നമ്മൾ കാര്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ വിശകലനത്തിന്റെ കാതൽ ചരിത്രപരമായ സമീപനം. നമുക്ക് ഭൂതകാലത്തിലേക്കൊന്ന് ഊളിയിട്ട് ഉത്തരങ്ങൾ ഖനനം ചെയ്തെടുക്കാം. അപ്പോ എന്താണ് ഈ ചരിത്രപരമായ ഗവേഷണം? ഇത് സത്യത്തിൽ ഒരു ഡിറ്റക്റ്റീവ് പണി പോലെയാണ്. പഴയകാല തെളിവുകൾ അത് ചിട്ടയായിട്ട് ശേഖരിക്കുക, അതിനെ നന്നായിട്ട് ചോദ്യം ചെയ്ത് വിലയിരുത്തുക, എന്നിട്ട് ഇതാണ് സംഭവിച്ചത് എന്ന് ഉറപ്പിച്ചു പറയുക. നഴ്സിംഗിൽ ഇതെങ്ങനെയാ ഉപയോഗിക്കുക? ഒരു പ്രത്യേക ചികിത്സാരീതി പണ്ടെങ്ങനെയായിരുന്നു, അതെങ്ങനെയാണ് ഇന്നത്തെ രൂപത്തിലേക്ക് മാറിയത് എന്നൊക്കെ മനസ്സിലാക്കാൻ ഈ രീതി നമ്മളെ സഹായിക്കും. ഈ സമീപനത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. 1, ഇതെപ്പോഴും ഭൂതകാലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. 2, ഇവിടെ നമ്മൾ ഒന്നും മാറ്റം വരുത്തുന്നില്ല. ഒരു ലാബിലെ പരീക്ഷണം പോലെയല്ല ഇത്. നടന്ന കാര്യങ്ങളെ അതേപടി നിരീക്ഷിച്ച് പഠിക്കുകയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓരോ സംഭവത്തെയും അത് നടന്ന കാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ വേണം നോക്കിക്കാണാൻ. അന്നത്തെ സാമൂഹിക, രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്തായിരുന്നു എന്നതൊക്കെ വളരെ പ്രധാനമാണ്. ഒരു ഡിറ്റക്റ്റീവിന് തെളിവുകൾ എത്രത്തോളം പ്രധാനമാണോ അത്രയും തന്നെ ഒരു ചരിത്ര ഗവേഷകന് ഉറവിടങ്ങളും പ്രധാനമാണ്. അപ്പോൾ അടുത്തതായി നമുക്ക് ഈ ഡിറ്റക്റ്റീവിൻ്റെ ടൂൾ കിറ്റിലൊന്ന് നോക്കാം എന്തൊക്കെയാണ് അതിലുള്ളതെന്ന്. ഈ തെളിവുകൾ പ്രധാനമായും 2 തരത്തിലുണ്ട്. ഒന്ന്, പ്രൈമറി സോഴ്സസ്, അതായത് സംഭവത്തിന് നേരിട്ടുള്ള സാക്ഷികൾ. ഒരു പഴയ ഡയറി കുറിപ്പ്, ഒരു മീറ്റിംഗിൻ്റെ ഒറിജിനൽ മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ. ഇതൊക്കെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന തെളിവുകളാണ്. ഇനി രണ്ടാമത്തേത് സെക്കൻഡറി സോഴ്സസ്. ഇവർ വിദഗ്ധരാണ്. അതായത് ആ പ്രൈമറി തെളിവുകളെയൊക്കെ പഠിച്ച് വിശകലനം ചെയ്ത് എഴുതിയ പാഠപുസ്തകങ്ങളോ ലേഖനങ്ങളോ ഒക്കെ. ഒരു നല്ല അന്വേഷണത്തിന് ഈ സാക്ഷിയുടെ മൊഴിയും വിദഗ്ധന്റെ അഭിപ്രായവും ഒരുപോലെ ആവശ്യമാണ്. ഈ തെളിവുകളൊക്കെ വെച്ച് നമുക്ക് പലതരം കഥകൾ അല്ലെങ്കിൽ പലതരം കേസുകൾ ഫയൽ ചെയ്യാം. 1, ബയോഗ്രാഫിക്കൽ. ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ പോലുള്ളവരുടെ ജീവിതം ഇന്നത്തെ നഴ്സിംഗിനെ എങ്ങനെ സ്വാധീനിച്ചു എന്ന കേസ്. 2, സ്ഥാപനപരം. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ പോലുള്ള ഒരു സ്ഥാപനം എങ്ങനെ ഉണ്ടായി, വളർന്നു എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം. ഇതുപോലെ നിയമങ്ങളെക്കുറിച്ചും സാമൂഹിക മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവസാനമായി ഈ ചരിത്രത്തിലേക്കുള്ള തിരിഞ്ഞുനോട്ടത്തെ നമുക്കൊന്ന് വിലയിരുത്താം. ഇതിന് എന്തൊക്കെ ഗുണങ്ങളുണ്ട്, അതേസമയം എന്തൊക്കെ വെല്ലുവിളികളുണ്ട് എന്ന് നോക്കാം. തീർച്ചയായും ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്.
ഇന്നത്തെ പ്രശ്നങ്ങളുടെ കാരണം മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ പ്രൊഫഷന്റെ പൈതൃകത്തിൽ ഒരു അഭിമാനം തോന്നും. എന്നാൽ മറുവശത്ത് വെല്ലുവിളികളുമുണ്ട്. ചിലപ്പോൾ പഴയ രേഖകളൊന്നും കിട്ടിയെന്ന് വരില്ല. പിന്നെ ഇതൊരുപാട് സമയമെടുക്കുന്ന ഒരു ജോലിയാണ്. ഏറ്റവും വലിയ അപകടം ഒരു ഡിറ്റക്റ്റീവിന് മുൻവിധിയുണ്ടായാൽ കേസ് വഴിതെറ്റില്ലേ? അതുപോലെ ഗവേഷകന്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾ സത്യത്തെ വളച്ചൊടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് കാര്യം. നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ എവിടേക്കാണ് പോകേണ്ടതെന്നതിനെക്കുറിച്ച് നല്ല തീരുമാനങ്ങളെടുക്കാൻ നമുക്ക് കഴിയൂ. ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു ചോദ്യം വയ്ക്കുകയാണ്. നഴ്സിംഗിന്റെ ഈ വലിയ ചരിത്രത്തിൽ നിന്ന് നിങ്ങൾ പഠിച്ച ഏത് പാഠമാണ്, അല്ലെങ്കിൽ ഏത് അനുഭവമാണ് നമ്മുടെ ഈ പ്രൊഫഷന്റെ ഭാവിയെ കൂടുതൽ ശോഭനമാക്കാൻ നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത്? ഒന്നാലോചിച്ചു നോക്കൂ. അടുത്ത തവണ കാണുന്നതുവരെ നമസ്കാരം.